കുറച്ച് വെണ്ടയ്ക്കുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു വെണ്ടയ്ക്ക മുളകിട്ടാലോ? വെണ്ടയ്ക്ക നമ്മൾ പല രീതിയിൽ കറി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു വെണ്ടയ്ക്ക മുളകിടാം. ഇതിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ചോറിന്റെ കൂടെ വെണ്ടയ്ക്ക മുളകിട്ടതും ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഈ മഴയൊക്കെ ആകുമ്പോഴത്തേനെ വെണ്ടയ്ക്ക മുളകിട്ടത് കൂട്ടി ചോറിനാൻ നല്ല രസമാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണോന്നൊന്ന് പറയണം കേട്ടോ. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. വായോ. 5-6 വെണ്ടയ്ക്കുള്ളൂ കേട്ടോ. ഇതാ ഇതുപോലെ നല്ല പോലെ കഴുകിയിട്ട് റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണ്. മൂക്കാത്ത വെണ്ടയ്ക്കയാണ് നല്ലത് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് വാളംപുളി ഉണ്ട്, ഇതൊന്ന് പിഴിഞ്ഞ് നീരെടുക്കണം, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ, ഇത്രയേ ഉള്ളൂ. സാധാരണ മീൻ മുളകിടുന്ന പോലെ തന്നെ വെണ്ടയ്ക്ക ഒന്ന് മുളകിട്ട് നോക്കാം. ഒരുപാട് വെണ്ടയ്ക്ക അതിന് ആവശ്യമില്ല കേട്ടോ. ഒരു 5-6 വെണ്ടയ്ക്ക എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി ചെയ്തു നോക്കണം. വീട്ടമ്മമാർക്ക് രാവിലെ എഴുന്നേറ്റ് വന്നാലുള്ള ആദ്യത്തെ ചിന്ത ഇതാ അല്ലെ, ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഉണ്ടാക്കും, അതിന് എന്ത് കറി ഉണ്ടാക്കും. ചിലപ്പോ തലേദിവസം മുതലേ ഇങ്ങനെ ആലോചനയായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇനിയിപ്പൊ എന്ത് കറി ഉണ്ടാക്കും. ഇതൊക്കെ തന്നെ എല്ലാവരുടെയും പരിപാടി. ഇതാ കൈ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് പക്ഷെ രുചികരമായിട്ട് ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ അത് ഏക്കുള്ളൂ. ഉടായ്പ കാണിച്ചാൽ പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും കൂടെ വേണ്ടേ. അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കണം. നമ്മളൊരു പാൻ അടുപ്പ് വെച്ചു, സ്റ്റൗ ഓൺ ചെയ്ത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാ കേട്ടോ. പാൻ ചൂടായപ്പോ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് എണ്ണ മതി. എണ്ണ ചൂടായി കഴിയുമ്പോൾ എന്താ 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, 2 മണി ഇടാവുള്ളൂ. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ എന്താ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തേ. കുറച്ച് മതി, നമ്മൾ കുറച്ച് വെണ്ടയ്ക്കയിലേ ഉള്ളൂ. അതൊന്ന് മൂത്തോട്ടെ. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ ആ പച്ചമുളകും ആ തക്കാളിയും കൂടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ലേശം ഉപ്പ്. നന്നായിട്ടൊന്ന് വഴന്നോട്ടെ കേട്ടോ. ആ സമയത്ത് പുളി ഒന്ന് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വരാവേ, പിഴിഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് വാടി വന്നപ്പം നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാവേ. പാകത്തിന് മുളക് പൊടി ചേർക്കണം കേട്ടോ, എരിവിന് പാകത്തിന് മുളക് പൊടി. ഞാനിപ്പം വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ, നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണം കേട്ടോ. വെണ്ടയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. പുളിവെള്ളം ഉള്ളത് കൊണ്ടേ വാട്ടുമൊന്നും വേണ്ട. പിന്നെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പുളിവെള്ളം ചേർക്കുന്നതുകൊണ്ട് അതിന്റെ കൊഴുപ്പ് ഇറങ്ങൂല കേട്ടോ. പാകത്തിന് ഒഴിച്ചാൽ മതി. പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് കറി വേകാൻ ആവശ്യമുള്ള, വെണ്ടയ്ക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെണ്ടയ്ക്ക വാടണ്ട കേട്ടോ, കാര്യം എന്ന് വെച്ചാൽ കൊഴുപ്പ് ഇറങ്ങൂല പുളി ഒഴിച്ചത് കൊണ്ട്. കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. മൂടി വെച്ച് നമുക്ക് വേവിക്കണം. മൂടി വെച്ചേക്കാവേ. നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ. വെണ്ടയ്ക്ക മുളകിട്ടത് ഇതാ നോക്കിയേ, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വെണ്ടയ്ക്കയ്ക്ക് കൊഴുപ്പൊന്നും കാണുന്നില്ലല്ലോ. അത് ആ പുളിവെള്ളം ചേർക്കുമ്പോൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ട് ഉണ്ടാക്കുമ്പോഴും ഒരു ലേശം വാളംപുളി ഒരു ഇച്ചിരി പിഴിഞ്ഞൊഴിച്ചാൽ മതി. പിന്നെ ആ കൊഴുപ്പ് നമുക്ക് ഫീൽ ആവത്തില്ല. നോക്കിയേ, ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. മീൻകറിയൊക്കെ എന്താ പറയാ, നോമ്പുകാലത്തും ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഒരു കറി ഇല്ലാത്തപ്പോ ഇത് വളരെ നല്ലതാ. ഒരു മീൻ വറുത്തതും ഇച്ചിരി ചോറുണ്ണാൻ നല്ല സൂപ്പർ അല്ലേ. ഉപ്പും ഏറ്റുപ്പും പുളി എല്ലാം കൂടെ കൂടിയിട്ട് ഒരു വെണ്ടയ്ക്ക മുളകിട്ടത്. അപ്പൊ ഇതാ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു തിളയും കൂടെ തിളച്ചാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. വെണ്ടയ്ക്കയ്ക്ക് അധികം വേവില്ലല്ലോ, പിന്നെ നമ്മൾ വാട്ടിയതും കൂടെ അല്ലേ. അങ്ങനെ ദാ നമ്മൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്യുന്നു. കറി താണ്ടതേ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മുളകിട്ടത്. വേണമെങ്കിൽ ഒരു ഷോയ്ക്ക് ഒരു കറിവേപ്പിലയും കൂടെ അവിടെ കിടന്നോട്ടെ. ഇത്ര പരിപാടിയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. എല്ലാരും ഉണ്ടാക്കി നോക്കേ. നല്ല വെള്ള ചോറിന്റെ കൂടെ കുഴച്ച് കഴിക്കാൻ ഒരു ഉണക്കമീനോ അല്ലെ പച്ചമീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയാൽ ഇത് മാത്രം മതി. സൂപ്പറാ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ കേട്ടോ. ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.